രാഹുൽ ഗാന്ധിക്ക് കുരുക്ക് മുറുക്കാൻ നേതാവിനെ വിടാതെ പിന്തുടരുകയാണ് ബി ജെ പി. രാഹുലിനെ കുടുക്കാനുള്ള വഴിയാണ് ബി ജെ പി ഓരോ ദിവസവും ആലോചിക്കുന്നത് തന്നെ. ഇപ്പോഴിതാ ഭാരത് ജോഡോ ന്യായ് യാത്ര സമാപന സമ്മേളനത്തിൽ നടത്തിയ ശക്തി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി. ഹിന്ദുമത വിശ്വാസത്തിന് മുറിവേൽപ്പിക്കുന്ന, പരസ്പര വൈരം വളർത്തുന്ന പ്രസ്താവനയാണെന്നാണ് പരാതിയിൽ പറയുന്നത്. തങ്ങൾ പോരാടുന്നത് മോദിക്കെതിരെയല്ല, നമ്മുടെ പോരാട്ടം ഒരു ശക്തിക്കെതിരെയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. ഇത് നാരീശക്തിയെ അവഹേളിക്കുന്നതാണെന്നാണ് ബി ജെ പി പരാതിയിൽ പറയുന്നത്. രാഹുലിനെ കുടുക്കാനുള്ള ബി ജെ പിയുടെ വാദം ഇങ്ങനെയാണ്. ഹിന്ദുമതത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ദേവതയാണ് ദുർഗാദേവി. ദുർഗാദേവിയെ ശക്തിയായും സങ്കല്പിക്കുന്നു. ഹിന്ദുമതത്തിനും ഹിന്ദു ദൈവങ്ങൾക്കും എതിരെയുള്ള ഈ നിന്ദ്യമായ പ്രസ്താവന മതവികാരം ആഴത്തിൽ വ്രണപ്പെടുത്തുന്നതാണ്. ശക്തിക്ക് പിന്നിലെ മതപരമായ സങ്കല്പത്തെ അവഹേളിക്കാനും മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനുമാണ് ഈ പ്രസ്താവന എന്നാണ് ബി ജെ പിയുടെ പരാതിയിൽ പറയുന്നത്. രാഹുലിന്റെ പ്രസ്താവന ശക്തി ദേവതയെ അപമാനിക്കുന്നതാണെന്നും ഓരോ സ്ത്രീയും, അത് അമ്മയോ പെങ്ങളോ ആവട്ടെ, അവർ ശക്തിയാണ്, അവരെ എതിർക്കുകയാണ് ഇന്ത്യ സഖ്യം ചെയ്യുന്നതെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. ഇതിന് പിന്നാലെ രാഹുലിന്റെ പരാമർശം വലിയ ചർച്ചയ്ക്ക് കാരണമായി. തന്റെ വാക്കുകൾ പലപ്പോഴും വളച്ചൊടിക്കുകയാണ്. മോദി തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും താൻ ഉദ്ദേശിച്ചത് ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം കീഴടക്കി വെച്ചിരിക്കുന്ന ശക്തിയെ കുറിച്ചാണെന്നും അത് മോദിയെ കുറിച്ച് തന്നെയാണെന്നും അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെന്നും അതിനാലാണ് ആ വാക്ക് വളച്ചൊടിക്കുന്നതെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതേ പരാമർശത്തിൽ രാഹുലിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ 2022 അപകീർത്തി കേസിൽ രാഹുലിനെ ജാർഖണ്ഡ് കോടതി നേരിട്ട് വിളിച്ചിരുന്നു. ഇപ്പോഴിതാ ബി ജെ പി പുതിയ വിവാദവുമായി എത്തിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന നേരത്ത് കോടതി സമൻസ് അയച്ചത് രാഹുലിനും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അവർക്കിടയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വയനാട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. 2019 രാഹുൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു തന്നെയായിരുന്നു ലോക്സഭയിൽ എത്തിയത്. രാഹുൽ ഇവിടെ മത്സരിക്കുമെന്ന് ബി ജെ പി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വയനാട് രാഹുലിനുള്ളതാണ്. അമേഠിയിൽ നിന്നാലേ രാഹുലിനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന ധാരണ ബി ജെ പിക്കുണ്ട്. എന്നാൽ ഇവിടെ മത്സരിക്കാൻ രാഹുൽ തയ്യാറുമായില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കളി കളിച്ച് രാഹുലിനെ വീഴ്ത്തുക എന്ന ഉദ്ദേശം മാത്രമേ ഇപ്പോൾ ബി ജെ പിക്കുള്ളൂ. അതിനാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി പുതിയ വിവാദവുമായി ബി ജെ പി എത്തിയിരിക്കുന്നത്.